രണ്ട് കാര്യങ്ങളാണ് കർത്താവ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ഭൂമിയിൽ. ഒന്ന് കുടുംബവും, രണ്ട് തിരുസഭയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് രണ്ടും ഒരുപോലെ കർത്താവിന്റെ പദ്ധതിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യ പുസ്തകത്തിൽ തന്നെ ദൈവം പറയുന്ന ഒരു കാര്യം, മനുഷ്യനെ ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവനെ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് എന്താ ചെയ്തെന്ന് നോക്കാം. അവനോട് പറഞ്ഞത്, സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ നിങ്ങൾ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേലും നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആദ്യം പറഞ്ഞ വാക്കാണ്, ഒന്ന്, നിങ്ങൾ ഈ ലോകം മുഴുവനും നിറഞ്ഞു കവിയണം. നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ട് കാര്യം? ഈ വന്യമൃഗങ്ങളോ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാനോ നിങ്ങൾക്കെതിരെ കരമുയർത്താനോ നിങ്ങളുടെ നാശത്തിന് ഒരു ജീവിയെ പോലും ദൈവം അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ രണ്ട് വർഗമായിട്ടാണ് സൃഷ്ടിച്ചത്, സ്ത്രീയും പുരുഷനുമായിട്ട്. പിന്നെ അവരെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് 2-ാം അധ്യായം, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചനമാണ്. ഞാനതൊന്ന് വായിക്കാം. എന്നാൽ തനിക്ക് ഇണങ്ങിയ ഇണയെ കണ്ടില്ല, അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവനെ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി.